മറ്റൊരു ശ്രദ്ധേയമായ പ്രതികരണം വന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരനിൽ നിന്നാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടുത്തെ തോൽവി പഠിക്കാൻ, തൃശൂരിലെ തോൽവി പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനെ പരിഹസിച്ചുകൊണ്ട് ഇന്ന് കെ മുരളീധരൻ രംഗത്തെത്തുന്നതാണ് നമ്മൾ കണ്ടത്. എല്ലാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കമ്മീഷനെ വെക്കാറുണ്ട്, അതിന്റെ ഭാഗമായി ഒരു കമ്മീഷനെ നിയോഗിച്ചേ ഉള്ളൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. തൃശൂരിൽ DCC പ്രസിഡന്റ് ഇല്ലെങ്കിലും കാര്യങ്ങൾ നടക്കുമെന്നും അധ്യക്ഷനെ ഉടൻ തീരുമാനിച്ചില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു പോകില്ല എന്നുകൂടി മുരളീധരൻ പരിഹസിച്ചു. അല്ല, അതിലിപ്പോൾ ഉണ്ടായിട്ടും വലിയ പ്രയോജനം ഉണ്ടായിട്ടില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് കഴിയട്ടെ, എത്ര തിരക്കൊന്നും പിടിക്കും. അല്ല, വേണ്ടാന്നൊന്നുമില്ല. അതായത് എല്ലാം ഉണ്ടായിട്ട് 3.25 ലക്ഷത്തിൻ്റെ മൈനസ് ഉണ്ടായിരുന്നു പാർലമെൻറ്റ്. അതുകൊണ്ട് അത്ര തിരക്കിട്ട് DCC വന്നാലേ ഇലക്ഷൻ ജയിക്കുമെന്നൊന്നുമില്ല. ഇപ്പോൾ പഞ്ചായത്തിലെ 2-3 ബൈ ഇലക്ഷൻ ജയിച്ചു സുഖമായിട്ട്, ഒരു കുഴപ്പം ഉണ്ടായില്ല. നാട്ടികയിൽ ഭരണമാറ്റം ഉണ്ടായി. അപ്പോൾ പഞ്ചായത്തിൻ്റെ കാര്യങ്ങൾ പ്രവർത്തകർ നോക്കും, ഞങ്ങളൊക്കെ വന്ന് സഹായിക്കാം. കാര്യങ്ങളൊക്കെ നടന്നു. ആർക്കും ആരെ വേണമെങ്കിലും കാണാൻ ചർച്ച നടത്താം. പക്ഷെ അതൊരു എന്താ പറയണ്ട, ഉടനെ നടത്തിയില്ലെങ്കിൽ അങ്ങ് ആകാശം ഇടിഞ്ഞു വീഴുന്നുള്ള അഭിപ്രായമൊന്നും പാർട്ടിക്കില്ല. ജെയ്സൺ ശ്യാമോടൊപ്പമുണ്ട് വിശദാംശങ്ങളുമായി. ജെയ്സൺ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ആരാണ് ഉത്തരവാദിയെന്ന് കമ്മീഷൻ പറഞ്ഞാലും ഇല്ലെങ്കിലും മുരളീധരന്റെ പ്രതികരണത്തിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ്. അദ്ദേഹം എന്താണ് പറഞ്ഞു വെക്കുന്നത്? വിനീത, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അതിദയനീയമായ തോൽവിയുടെ ആ വേദനയിലും നിരാശയിലും നിന്നും അദ്ദേഹം ഇനിയും മോചിതനായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രതികരണം. അതോടൊപ്പം തന്നെ അദ്ദേഹം DCC പ്രസിഡന്റിന്റെ നിയമനവുമായി ബന്ധപ്പെട്ടും വ്യക്തമായ നിലപാട് എടുക്കുന്നു. ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ കൂടിയുണ്ട്. തൃശൂർ ജില്ലയിലെ ഒരു സീറ്റ് അടുത്ത നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി തൃശൂർ DCC പ്രസിഡന്റായി വരുന്ന ആൾ തനിക്ക് കൂടി സമ്മതനായ ഒരു വ്യക്തിയാകണമെന്ന നിലപാട് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ തിടുക്കം കൂട്ടിയ ഒരു DCC പ്രസിഡന്റിന് വെച്ചാൽ അത് തന്റെ കൂടി അഭിപ്രായം മാനിക്കുന്നതായിരിക്കില്ല എന്ന വ്യക്തമായ ബോധ്യം മുരളീധരനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് DCC പ്രസിഡന്റിനെ പെട്ടെന്ന് വെക്കേണ്ടതില്ല എന്ന നിലപാട് അദ്ദേഹം എടുക്കുന്നത്. അതോടൊപ്പം DCCയിലെ പ്രശ്നങ്ങളെയും അതുപോലെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെയും കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും യാതൊരു നടപടിയും ആർക്കുമെതിരെ ഉണ്ടായിട്ടില്ല. തൃശൂർ DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്ന് കാര്യമായ വീഴ്ചകൾ ഉണ്ടായിട്ടില്ല എന്ന പരാമർശമാണ് പ്രധാനമായും ആ റിപ്പോർട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മറ്റു നടപടികളിലേക്ക് പോകാതിരുന്നത്. ഇതിലുള്ള പ്രതികരണവും പ്രതിഷേധവും അദ്ദേഹം ഇത്തരം പരിഹാസ രൂപേണ വ്യക്തമാക്കുകയാണ്. എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വെച്ചിട്ടുള്ള സീറ്റ് തന്നെയാണ്. വിനീത, ശരിയാണ്. ഏതായാലും കമ്മീഷനെ നിയോഗിച്ചത് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ളൊരു സ്വാഭാവിക പരിപാടിയാണ് എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ DCC പ്രസിഡന്റിനെതിരായ പരിഹാസമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. ജെയ്സൺ സൂചിപ്പിച്ചതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ നിരാശ ഇപ്പോഴും അദ്ദേഹത്തിനുണ്ട് എന്ന് തന്നെയാണ് വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. നമുക്ക്